Hi friends, ഞാൻ സച്ചി ദേവി ലാവെൻഡർ ചർത്തല. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളി വിഷു സ്പെഷ്യൽ കളക്ഷൻസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. സ്കർട്ടിൻ്റെ ഒപ്പമാണ് ഇന്ന് ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇന്ന് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം തന്നെ നല്ല കളറുകളാണ്, നാലോളം കളറുകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ ആളുകളിലേക്ക് നമ്മുടെ കളക്ഷൻസ് ഒന്ന് എത്തിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ കളക്ഷൻസ് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. അതിൽ തന്നെ ബ്ലൗസ് വന്നിരിക്കുന്നത് സ്ലബ് സിൽക്കിലാണ് ബ്ലൗസ് വരുന്നത്. അത് നോർമലി നമുക്ക് ഒരു സ്മോൾ ടു എക്സൽ സൈസ് വരെയാണ് ഈ ഒരു പാറ്റേൺ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി യോക്കിലായിട്ട് ഇതേപോലെ നല്ല ബീഡ്സ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. സ്കേർട്ട് വന്നിരിക്കുന്നത് മ്യൂറൽ പ്രിൻ്റ് ആണ്. ടിഷ്യൂവിൽ മ്യൂറലാണ് ഫുള്ളായിട്ട് വരുന്നത്. അതിൻ്റെ ഹെമ്മിലായിട്ടും സെയിം തന്നെ ഈ ഒരു റോയൽ ബ്ലൂ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ലൈനിങ് വരുന്നുണ്ട് സ്കേർട്ടിലായിട്ട്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു സൈസ് എന്ന് പറയുന്നത് ലാർജ് സൈസാണ് കേട്ടോ. നോർമൽ ലെങ്തിലാണ് ബ്ലൗസ് വന്നിരിക്കുന്നത്. ഇപ്പോൾ സ്ലീവ്ലെസ് ആയിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ ഉള്ളിൽ സ്ലീവ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഓൾട്ടർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഈ സൈസിനനുസരിച്ച് ചെറിയൊരു ലെങ്ത് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. സ്മോളിനേക്കാളും കുറച്ചുകൂടെ ലെങ്ത് വരും മീഡിയം ആകുമ്പോഴേക്കും. അപ്പോൾ 41.5 ഇഞ്ച് നോർമലി വരുന്നുണ്ട്. അപ്പോൾ സൈസിനനുസരിച്ച് കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ട്. ലെങ്ത് കൂടും, മീഡിയം ആകുമ്പോൾ കൂടും, ലാർജ് ആകുമ്പോൾ കൂടും, അങ്ങനെ കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു റോയൽ ബ്ലൂ ഷെയ്ഡാണ്. എൻ്റെ സൈസ് വരുന്നത് സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ സൈസാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 999 നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് ടോപ്പ് വന്നിരിക്കുന്നത്. ഇതേപോലെ പർപ്പിൾ ഷെയ്ഡാണ് ടോപ്പ് വരുന്നത്. ബ്ലൗസ് വരുന്നത് സ്കേർട്ട് വന്നിരിക്കുന്നത് ടിഷ്യൂവിൽ സെയിം മ്യൂറൽ വരും. അതേപോലെ തന്നെ ബോർഡർ വരുന്നത് നമ്മൾ ഏതാണോ ബ്ലൗസ് വരുന്നത് ആ ഒരു പ്രിൻറ്റിലാണ് ബോർഡർ താഴെ വന്നിരിക്കുന്നത്. സ്കേർട്ട് വിത്ത് ലൈനിങ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കറക്റ്റ് പിക്ചർ നമ്മൾ സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. പ്രോഡക്റ്റിൻ്റെ എല്ലാത്തിൻ്റെയും മെഷർമെൻറ്റും പിക്ചറും എല്ലാം തന്നെ സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ചെക്ക് ചെയ്തിട്ട് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. അതിനോടൊപ്പം നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നവർ ഈ സെയിം പാറ്റേൺ തന്നെയാണ് വേണ്ടെന്നുണ്ടെങ്കിൽ സൈറ്റിലൊന്നും അതിൻ്റെ ക്വാണ്ടിറ്റി ചെക്ക് ചെയ്യണേ. അപ്പോൾ അത് ക്വാണ്ടിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഷോപ്പിൽ അവൈലബിൾ ആയിരിക്കും. ചില സാഹചര്യത്തിൽ സൈറ്റിലായാലും ഷോപ്പിലായാലും പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവും. അതുകൊണ്ടാണ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ്. ബ്ലൗസ് വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് വരും. ഇതേപോലെ യോക്കിലായിട്ട് നല്ല ഭംഗിയുള്ള ബീഡ്സ് വർക്കാണ് വരുന്നത്. സ്കേർട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അതിൽ തന്നെ അതിൻ്റെ എൻഡിലായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ സൈസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ടാങ്കിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷേപ്പിനനുസരിച്ച് അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ടൈ ചെയ്താൽ മതി കേട്ടോ. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ്. നെക്സ്റ്റ് കളർ നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ഒരു ഒലീവ് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. അതിൽ തന്നെ യോക്കിൽ ഇതേപോലെ ബീഡ്സ് വർക്കും ഗോൾഡൻ ബീഡ്സ് വർക്ക്, ഒരു റെഡ് ഗ്രീൻ ആ ഒരു കോമ്പിനേഷനിലാണ് ബീഡ്സ് വരുന്നത്. സ്കേർട്ടിലായിട്ട് മ്യൂറൽ പ്രിൻ്റ് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഒരു ബ്ലൗസിൻ്റെ സെയിം കളർ ടോണിൽ ഒരു ബോർഡറും കൂടെ വരുന്നുണ്ട്. ഇതേപോലെയാണ് വരുന്നത്. ഇതിപ്പോൾ ഞാൻ വേറെ ഇത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ കറക്റ്റ് പിക്ചർ എല്ലാം തന്നെ സൈറ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഇതിൻ്റെ സൈസ് വരുന്നത് സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ സൈസാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 999. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി പുതിയ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ കളക്ഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കും. ഇനി നേരിട്ട് വരേണ്ടവരാണെങ്കിൽ നേരിട്ട് തന്നെ വരിക. അപ്പോൾ ക്വാണ്ടിറ്റി ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം വരാൻ കേട്ടോ. ഇത് മാത്രമല്ല ഒരുപാട് വെറൈറ്റി കളക്ഷൻസും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഷോപ്പ് വരുന്നത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിലാണ്. ചേർത്തല കാർത്യായനി ദേവി ക്ഷേത്രത്തിന് വടക്കുവശാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. പിന്നെ വൺസ് ഇൻ എ വീക്ക് നമ്മൾ ഗിവ് അവേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞായറാഴ്ച വൈകിട്ട് ലൈവിലാണ് നമ്മൾ ഗിവ് അവേ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യുക. ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സപ്പ് ചെയ്ത് തരിക. അപ്പോൾ എല്ലാവരും തന്നെ ലൈവിൽ ജോയിൻ ചെയ്യണം. ഞായറാഴ്ച വൈകിട്ട് 5 മണിക്കാണ് ലൈവിൽ വരുന്നത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ വീണ്ടും കാണാം. താങ്ക് യൂട്യൂബിൽ കൂടി എങ്ങനെയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ലാവൻഡർ ടീംസ് ആൻഡ് ട്രെൻഡ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചാനൽ വരും. ചാനലും വീഡിയോസും വരും. അതിൽ നമ്മൾ ചാനൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ വീഡിയോസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ നമ്മൾ ഇതുവരെ ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസും അതിൽ കാണാൻ സാധിക്കും. അതിലേത് വീഡിയോ ആണോ വേണ്ടത് അത് പ്ലേ ചെയ്യുക.
പ്ലേ ചെയ്യുമ്പോൾ നോർമലി ഒരു അഡ്വർടൈസ്മെൻറ്റ് വരും. അത് സ്കിപ്പ് ചെയ്യുമ്പോഴാണ് നമ്മുടെ വീഡിയോ പ്ലേ ആവുന്നത്. അതിൻ്റെ റൈറ്റ് സൈഡിൽ, അതായത് റൈറ്റ് സൈഡിൽ താഴത്തേക്ക് ഒരു ആരോ ബട്ടൺ കണ്ടോ, അതാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ആവും. നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന 3 മോഡലാണെങ്കിൽ ആ 3 മോഡൽസിൽ എത്ര കളേഴ്സ് ഉണ്ടോ ആ കളേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലിങ്ക്സ് നമ്മൾ അതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതാണോ വേണ്ടത്, ഇപ്പോൾ ഞാനൊരു ബർഗണ്ടി ഷെയ്ഡ് ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ബർഗണ്ടി ഷെയ്ഡാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ആ ബർഗണ്ടി ഷെയ്ഡിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഡയറക്റ്റായിട്ട് ഞാൻ നമ്മുടെ സൈറ്റിലോട്ട് ആ ഒരു പ്രോഡക്റ്റിലേക്കാണ് ഞാൻ പോയത്. അപ്പോൾ അതിൽ കാണാൻ സാധിക്കും 679 അതിൻ്റെ റേറ്റ് വരുന്നത്. അതിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ചൂസ് ആൻ ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു, അവിടെ എക്സൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഡിസേബിൾ ആണ്, അവിടെ കാണുന്നില്ല. അതിനർത്ഥം ആ എക്സൽ എന്ന് പറയുന്ന ഒരു വേരിയേഷൻ നമുക്കത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്നാണ് കേട്ടോ. ബാക്കി അതിൽ ഞാൻ ലാർജാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ലാർജ് സെലക്ട് ചെയ്യുമ്പോൾ ലാർജിൻ്റെ മെഷർമെൻറ്റ്സ് ആണ് അതിൻ്റെ താഴെ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഫാബ്രിക് ഏതാണെന്നും അതിൻ്റെ കളർ ഏതാണെന്നും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ 1 എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കണ്ടു. അതിൻ്റെ തൊട്ടിപ്പുറത്ത് പ്ലസും മൈനസും ഉണ്ട്. ആ സെയിം ഐറ്റം ക്വാണ്ടിറ്റി നമുക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. എന്നിട്ട് ഞാനത് ആഡ് ടു കാർട്ട് കൊടുത്തു. എന്നിട്ട് കാർട്ടിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത പ്രോഡക്റ്റ് അവിടെ വന്ന് കിടപ്പുണ്ട്. അതിൻ്റെ താഴ്ഭാഗത്ത് കണ്ടോ കണ്ടിന്യൂ ഷോപ്പിംഗ് എന്നുണ്ട്, അപ്ഡേറ്റ് കാർട്ട് എന്നുണ്ട്. കണ്ടിന്യൂ ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ ഏതെങ്കിലും പ്രോഡക്റ്റും കൂടെ പർച്ചേസ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ഷോപ്പിംഗ് കൊടുക്കാം. എനിക്കിപ്പോൾ ഈ ഒരു ഐറ്റം മാത്രം മതി, അതുകൊണ്ട് ഞാൻ അപ്ഡേറ്റ് കാർട്ട് കൊടുക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബില്ലിംഗ് അഡ്രസ്സ് ആണ്. ബില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഡീഫോൾട്ട് ആയിട്ടൊരു ഫേക്ക് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫേക്ക് അഡ്രസ്സിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് ഏതാണോ ആ അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം താഴത്ത് കണ്ടോ ക്രിയേറ്റ് ആൻ അക്കൗണ്ടും ഉണ്ട്, ഷിപ്പ് ടു ഡിഫറൻറ്റ് അഡ്രസ്സും ഉണ്ട്. അപ്പോൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സൈറ്റിൽ നിന്നും ഇനിയും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം പുതിയ പുതിയ കളക്ഷൻസ് വരുമ്പോഴും പുതിയ അപ്ഡേഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, പെട്ടെന്ന് പർച്ചേസ് ചെയ്യാനും പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഷിപ്പ് ടു എ ഡിഫറൻറ്റ് അഡ്രസ്സ് കൊടുക്കാം. അതാകുമ്പോൾ ഷിപ്പിംഗ് അഡ്രസ്സ് വേറെ കൊടുക്കുക, ബില്ലിംഗ് അഡ്രസ്സ് നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ചെക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേയ്മെൻ്റ് ആണ്. ഇപ്പോൾ പേയ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ UPI ഉണ്ട്, കാർഡ് വഴി ചെയ്യാം. ഇപ്പോൾ UPIയിൽ തന്നെ നമുക്ക് ഗൂഗിൾ പേ വരുന്നുണ്ട്, ഫോൺ പേ, Paytm, ഇനി എന്തെങ്കിലും അതർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം വരുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാനിവിടെ UPI സെലക്ട് ചെയ്ത് കൊടുക്കുവാണ്. UPI ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് നമ്മുടെ UPI അക്കൗണ്ടിലേക്ക് പോകുന്നു, ആ പേയ്മെൻറ്റ് നടക്കുന്നു. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ പേയ്മെൻറ്റ് ആകുന്നുണ്ട്. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്, നമ്മുടെ പേയ്മെൻറ്റ് ഓക്കെ ആയി. നമ്മൾ പേയ്മെൻറ്റ് അടച്ചു, താങ്ക് യു എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. താഴത്ത് നമ്മുടെ ഓർഡർ നമ്പർ വന്നിട്ടുണ്ട്, അതിൻ്റെ സ്റ്റാറ്റസ് പ്രോസസ്സിംഗ് ആണ്, നമ്മൾ അടച്ച പേയ്മെൻറ്റ് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മുടെ ഓർഡർ കംപ്ലീറ്റ് ആയത്. അപ്പോൾ ഇതുവരെ നമ്മൾ കംപ്ലീറ്റ് ആയി